എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഇന്നത്തെ സുപ്രഭാതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് വിവാഹ ജീവിതം ശേഷം ജീവിതം മാറുമെന്ന് പറയുന്നത് വളരെ സത്യമാണ്. അതിൽ ചിലരുടെ ജീവിത നിലവാരം, ജീവിതശൈലി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയരും. ഒപ്പം ചിലരുടെ ജീവിതം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ദുരിതപൂർണവുമാകുന്നു. എന്നാൽ ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ജീവിതം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇതാണ് യഥാർത്ഥ സത്യം. ബുദ്ധിയുള്ളവർ അവരുടെ ദുഃഖങ്ങൾ മറ്റാരോടും പങ്ക് വയ്ക്കാറില്ല. എന്നാൽ ഒട്ടുമിക്കവരും നാളെ നമ്മുടേതായിരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് ജീവിച്ചു പോകുന്നു. നിബന്ധനകൾ ഇല്ലാതെ സ്നേഹിക്കുക, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. ഒപ്പമുള്ള ആളെ സ്നേഹപൂർവം കാണുക, പരിചരിക്കുക. കൂടെ ഉള്ളവർ പടിയിറങ്ങിപ്പോയി എന്ന് കരുതി നമ്മുടെ ജീവിതം തീർന്നു, തകർന്നു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതൊന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല. തുടങ്ങണം പുതിയൊരു ചുവടുവയ്പ്. ഒരിക്കലും ഇവിടെ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത് ആരും അന്ത്യശ്വാസത്തിന് അർഹരായിട്ടില്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ പ്രയത്നം, നമ്മുടെ ഉറച്ച നിലപാടുകൾ എപ്പോഴും നമുക്ക് നല്ലതിനെ കാരണമാകത്തുള്ളൂ. വിജയിച്ചാൽ ഒരിക്കലും നമ്മെ വിട്ടു പോയവരെ അവരോട് പ്രതികാര ബുദ്ധി കാണിക്കരുത്. ഒരിക്കൽ അവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവർ ചിന്തിക്കും, മനസ്സിലാക്കും. അതുതന്നെയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നാം ചിന്തിക്കേണ്ടത് നമ്മെക്കുറിച്ച്, നമ്മിലുള്ള ന്യൂനതകൾ, നമ്മിലുള്ള അപാകതകൾ. അതിനെ നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഏതൊരു വ്യക്തികൾക്കും അപ്രതീക്ഷിതമായ വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹത്തിലൂടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ സർവ്വസാധാരണം. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ജീവിതമാണ് ഏറ്റവും വലിയ പ്രധാനവും. ഒന്നിലും നാം പരാജയം കണ്ടെത്താൻ ശ്രമിക്കരുത്. നാം വിജയിക്കും. അതിനുള്ളൊരു മനസ്സിൻ്റെ ഉടമയായാൽ മാത്രം മതി. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും, ഈ പകലും, ഈ ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. അവർക്കും അല്ലാത്തവർക്കും നമ്മുടെ സുഹൃത്ത് വലയങ്ങൾക്കും ഒക്കെ നല്ലൊരു ദിവസം വരണേ എന്ന് നമുക്ക് ഈശ്വരനോടും പ്രാർത്ഥിക്കാം. അതിലൂടെ നാം നമ്മുടെ സുഹൃത്തുക്കൾക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കും നല്ലത് നേർന്നു എന്നുള്ളൊരു ബോധ്യം, എന്നുള്ളൊരു സമാധാനം നമുക്ക് ഇന്നുടനീളം നമ്മിലുണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.